ഇന്ന് നമ്മൾ ഇങ്ങനെ ഒരു ചിക്കൻ കറി വേഗത്തിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ചൂടായ പാനിൽ ഓയിൽ ഒഴിച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറിക്കഴിയുമ്പോൾ 2 വലിയ സവാള അരിഞ്ഞത് ചേർക്കാം. സവാള വേഗം വാടാനായി അതിൽ കുറച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കാം. സവാളയുടെ പച്ചമണം എല്ലാം മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ അതിലേക്ക് ചേർത്ത് നല്ലവണ്ണം ഇളക്കാം. ഇതെല്ലാം ഒന്ന് വഴഞ്ഞു വരുമ്പോഴത്തേക്കും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും ഒപ്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കാം. ഇതെല്ലാം നന്നായി ഇളക്കി ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും 5 പച്ചമുളക് നീളത്തിലരിഞ്ഞതും 3 തക്കാളി പേസ്റ്റും ചേർക്കാം. അതും നന്നായി ഇളക്കുക. ആവശ്യമെങ്കിൽ സ്വല്പം വെള്ളം കൂടെ ചേർത്ത് ഇളക്കാം. കുറച്ച് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇടാം. തലയും ചിക്കനും നന്നായി ചേർത്ത് ഇളക്കുക. ഇതിനുശേഷം ആവശ്യമെങ്കിൽ ഒരൽപ്പം കുരുമുളകും കൂടെ ചേർത്ത് ഇളക്കാം. കറി ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ ഒരു 10 മിനിറ്റ് മൂടി വെച്ച് ചിക്കൻ വേവിക്കാം. മിനിറ്റിന് ശേഷം മൂടി തുറന്ന് ചിക്കൻ കറി നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം വറുത്തരച്ച തേങ്ങയും അല്പം ഗരം മസാലയും ഇട്ട് ഇളക്കാം. ആവശ്യമെങ്കിൽ ഈ സമയം കുറച്ച് ഉപ്പിടാവുന്നതാണ്. ഉപ്പിട്ടതിനു ശേഷം നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. ടേസ്റ്റിയായ ചിക്കൻ കറി ഇവിടെ റെഡി ആയിരിക്കുന്നു. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.